ഗുഡ് മോർണിംഗ്. ക്ലിനിക്കൽ പെത്തോളജിയിൽ നമ്മുടെ നെക്സ്റ്റ് സെക്ഷനാണ്. നമ്മളിപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് കെമിക്കൽ എക്സാമിനേഷനാണ്, അതായത് ഡിഫറെൻറ്റ് കെമിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ ടെസ്റ്റിംഗ്. അതിൽ ആദ്യത്തേതാണ് ടെസ്റ്റ് ഫോർ യൂറിൻ ഷുഗർ, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നോർമലി ഒരു ഹെൽത്തി പേഴ്സൻ്റെ യൂറിനിൽ ഷുഗർ ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? കാരണം എന്താ? കാരണം ഇത് കിഡ്നിയിൽ നിന്ന് ഈ ഷുഗർ മോളിക്യൂൾസിനെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് ഷുഗർ മോളിക്യൂൾസ് യൂറിനിൽ അപ്പിയർ ചെയ്യുക? അതായത് രക്തത്തിൽ ക്രമാതീതമായിട്ട്, അതായത് നോർമൽ ലെവലിനേക്കാളും കൂടുതൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇതിനെ മുഴുവനായിട്ടും റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്താണ് യൂറിനിലൂടെ ഗ്ലൂക്കോസ് ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. ഈ കണ്ടീഷനാണ് നമ്മൾ ഗ്ലൂക്കോസൂറിയ എന്ന് പറയുന്നത്, പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഇതേത് കണ്ടീഷനിലാണ് കോമൺ ആയിട്ട് കാണുന്നത്? നിങ്ങൾക്കറിയാം, അല്ലേ? ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം, ഈ ഒരു കണ്ടീഷനാണ്, രോഗാവസ്ഥയിലാണ് യൂറിനിൽ ഷുഗർ അപ്പിയർ ചെയ്യുന്നത്. ഇനി നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടെസ്റ്റ് ഏതാണ്? അപ്പോൾ ടെസ്റ്റിൻ്റെ പേരാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കാം, ബെനഡിക്റ്റ് ടെസ്റ്റ്. ഒരു നീല കളറിലുള്ള ഒരു സൊല്യൂഷനാണ് ബെനഡിക്റ്റ് റിയേജൻ. ഇതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്? സോഡിയം സിട്രേറ്റ്, സോഡിയം കാർബണേറ്റ്, കോപ്പർ സൾഫേറ്റ്, ഇത് മൂന്നുമാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഇതിൽ സോഡിയം സിട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ സോഡിയം കാർബണേറ്റ് ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യും. കോപ്പർ സൾഫേറ്റ് അതിൻ്റെ കോപ്പർ അയോൺസിനെ, ഈ റിഡക്ഷൻ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോപ്പർ സൾഫേറ്റ്. ഇനി എന്താണ് ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു 5 ml ബെനഡിക്റ്റ് റിയേജൻറ്റ് ആദ്യം എടുക്കും. ഇതിലേക്ക് 8 ഡ്രോപ്സ് യൂറിൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഹീറ്റ് ചെയ്യാണ്. ഇതിൻ്റെ താഴെ ഭാഗം ഹീറ്റ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ബുൺസൺ ബർണറിൽ ഹീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ബോയിലിംഗ് വാട്ടർ ബാത്തിൽ ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും, ഈ പറഞ്ഞ ട്യൂബ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നുകിൽ അത് നീല കളറിൽ തന്നെയായിരിക്കും, അല്ലെങ്കിലോ നീലയുടെയും പച്ചയുടെയും ഇടയിലുള്ള ഒരു കളറായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രീൻ കളറ്, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതിലേതെങ്കിലും ഒരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് കാണാം. ഇത് ഹീറ്റ് ചെയ്തതിന് ശേഷം ബ്ലൂ കളറിൽ തന്നെയാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നെഗറ്റീവാണ്, എന്ന് പറഞ്ഞാൽ ഷുഗർ അതിലില്ല. ഇനിയോ അതിൽ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ട്രേസ് എന്നുള്ള എമൗണ്ടാണ്, അതായത് ലെസ് ദാൻ 0.5 gram%, അത്രയും ഷുഗർ, അത്രയും എമൗണ്ടിൽ ഷുഗർ പ്രസൻറ്റാണ്. അടുത്തത് ഗ്രീൻ ആണെങ്കിലോ 0.5 to 1 gram% ഷുഗർ അതിലുണ്ട്, യൂറിനിൽ പ്രസൻറ്റാണ്. അടുത്തത് യെല്ലോ ആണെങ്കിൽ അത് 2+ ആണ്, 1.5%. ഓറഞ്ച് ആണെങ്കിലോ അതിലും കൂടുതൽ ഷുഗർ ഉണ്ട്, അതായത് 3+ കണ്ടീഷനാണത്, 2%. റെഡ്, ബ്രിക്ക് റെഡൊക്കെ വരുവാണെങ്കിൽ മോർ ദാൻ 2% ഷുഗർ യൂറിനിൽ പ്രസൻറ്റാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് എത്രമാത്രം ഷുഗർ ഉണ്ടോ അതിനനുസരിച്ച് ഫോം ചെയ്യുന്ന കളറിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസമായിരിക്കും, അല്ലേ? അപ്പോൾ കുറച്ച് ഷുഗറേ ഉള്ളെങ്കിൽ അത് ആദ്യത്തെ കളേഴ്സിലായിരിക്കും ഉണ്ടാവുക. ഷുഗർ കൂടുന്നതിനനുസരിച്ച് യെല്ലോ, ഓറഞ്ച്, റെഡ്, ഈ ഒരു ഡിഫറൻസ് ഇൻ കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്താണ് ഈ ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ദ ടെസ്റ്റ്, തത്വം? ഈ ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, ബെനഡിക്റ്റ് റിയേജൻ കണ്ടെയ്ൻ കോപ്പർ സൾഫേറ്റ് ഇൻ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗേഴ്സ് ഇൻ ആൽക്കലൈൻ മീഡിയം. Cupric ions are converted to cuprous oxide, which is hastened by heating to give the color. അതായത് ബെനഡിക്റ്റ് റിയേജൻറ്റിലെ കോപ്പർ സൾഫേറ്റിലുള്ള കുപ്രിക് അയോൺസിനെ യൂറിനിലുള്ള ഷുഗർ എന്ത് ചെയ്യും? ആൽക്കലൈൻ മീഡിയത്തിൻ്റെ പ്രസൻസിൽ ഇതിനെ കുപ്രസ് ഓക്സൈഡാക്കി മാറ്റും. ഈ കുപ്രസ് ഓക്സൈഡിൻ്റെ എത്രമാത്രം കുപ്രസ് ഓക്സൈഡ് ഫോം ചെയ്യുന്നു അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ഒന്നുകൂടി പറയുകയാണ്. 5 ml നമ്മൾ ബെനഡിക്റ്റ് റിയേജൻ്റ് എടുത്തു, ഇതിലേക്ക് 8 ഡ്രോപ്സ് യൂറിൻ ആഡ് ചെയ്തു, എന്നിട്ടിത് ബോയിൽ ചെയ്തതിന് ശേഷം കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കളറ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം.
അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അതിൽ ബ്ലൂ കളറാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, ബ്ലൂ കളറാണെങ്കിൽ അത് ആബ്സെൻ്റ് ആണ്. ട്രേസ് 0.5, ഗ്രീൻ ആണെങ്കിൽ 0.5%, യെല്ലോ 1%, ഓറഞ്ച് ആണെങ്കിൽ 1.5%, റെഡ് ബ്രിക്ക് റെഡൊക്കെ ആണെങ്കിൽ 2 and above 2% ഷുഗർ പ്രസൻ്റ് ആണ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ OJTക്കൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഇപ്പം ബെനഡിക്റ്റ് ടെസ്റ്റ് അല്ല സാധാരണയായിട്ട് ലാബിലൊന്നും ഫോളോ ചെയ്യുന്നത്. ഇതിന് വേണ്ടി യൂറിനറി സ്ട്രിപ്സ് ഉണ്ട്. യൂറിനറി സ്ട്രിപ്സിൽ ഒരു ഭാഗത്ത് നമുക്ക് യൂറിൻ്റെ ഷുഗറിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം, അതായത് പല പാരാമീറ്റേഴ്സിൽ ഒരു പാരാമീറ്റർ യൂറിൻ ഷുഗറാണ്. അപ്പോൾ യൂറിൻ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോർഷനിൽ ഒരു എൻസൈം, അതായത് ഗ്ലൂക്കോസ് ഓക്സിഡേസ് പെറോക്സിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോസ് എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്ത് ഇവിടെ ഒരു കളേർഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ആദ്യം ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ആയിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ പെറോക്സിഡൈസ് ആയിട്ടും റിയാക്ട് ചെയ്തതിന് ശേഷം ഒരു കളേർഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഈ കളേർഡ് പ്രൊഡക്റ്റാണ് ഈ സ്ട്രിപ്പിൻ്റെ കളറ് മാറ്റുന്നത്. ആ കളേർഡ് പ്രൊഡക്റ്റിൻ്റെ ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ കളറ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഉണ്ട് അല്ലേ. അതാണ് റിയേജൻറ്റ് സ്ട്രിപ്പ് മെത്തേഡ്. ഇത് ഗ്ലൂക്കോസിന് മാത്രമല്ല പല പാരാമീറ്റേഴ്സിനും ഇത് അവൈലബിൾ ആണ്. അടുത്തത് ടെസ്റ്റ് ഫോർ പ്രോട്ടീനാണ്. ഈ ടെസ്റ്റിൻ്റെ പേരാണ് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റ്. അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ കേസസിൽ പ്രോട്ടീൻ എക്സ്ക്രീറ്റ് ചെയ്ത് പോവോ, യൂറിനിൽ ചെറിയ ലെവലിൽ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അതായത് ലെസ് ദാൻ 150 mg/day ടോട്ടൽ പ്രോട്ടീൻ്റെ എക്സ്ക്രീഷനാണ്. നോർമൽ കേസസിൽ ലെസ് ദാൻ 150 mg/dayയും ആൽബുമിനാണെങ്കിൽ അത് ലെസ് ദാൻ 30 mg/dayയും സാധാരണ കണ്ടീഷനിൽ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഡിറ്റക്റ്റബിൾ ലെവലിലല്ല. പിന്നെ എപ്പോഴാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്തത്, ഈ ലെവലിലും കൂടുമ്പോഴാണ് നമുക്ക് യൂറിനറി പ്രോട്ടീൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, പ്രോട്ടീൻസ് ആർ denatured and coagulated by heating to give the white cloud precipitate. അതായത് പ്രോട്ടീൻസ് ഡീനാച്ചുർ ചെയ്യപ്പെടുകയാണ്. ചൂടാക്കുന്ന സമയത്ത് ഡീനാച്ചുർഡ് ആൻഡ് കൊയാഗുലേറ്റ് ചെയ്ത പ്രോട്ടീനെ നമുക്ക് ഒബ്സർവബിൾ മാനറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ പ്രോട്ടീനെ ചൂടാക്കുന്നതിൻ്റെ മുന്നേ യൂറിനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് കൊയാഗുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് കാണാൻ അതിന് സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങളിപ്പോൾ ഒരു ചൂടുള്ള ഒരു പാനിൽ നിങ്ങളൊരു കോഴിമുട്ട എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ, നമുക്കറിയാം കോഴിമുട്ട പ്രോട്ടീൻ റിച്ച് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ചൂടുള്ള പാനിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതൊരു വൈറ്റ് ക്ലൗഡായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഈ പ്രോട്ടീൻ്റെ കേസിലും സംഭവിക്കുന്നത്. അതായത് പ്രോട്ടീൻസ് ആർ കൊയാഗുലേറ്റഡ് ബൈ ഹീറ്റ്. അപ്പോൾ ആ ഹീറ്റ് ചെയ്ത പോർഷനിലുള്ള പ്രോട്ടീനെ നമുക്ക് കൊയാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവും. അപ്പോൾ എന്താണ് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റിലെ പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കും. ടെസ്റ്റ് ട്യൂബിൻ്റെ 2/3 പോർഷനിൽ നമ്മൾ യൂറിൻ എടുക്കും. അതായത് 2/3 ഭാഗം യൂറിൻ എടുക്കും. ട്യൂബിൻ്റെ മുകൾ ഭാഗം വരെ എടുക്കും. എന്നിട്ട് ഇത് ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അപ്പർ പോർഷൻ മാത്രമേ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെരിച്ച് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ അപ്പർ പോർഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഹീറ്റ് ചെയ്യുന്നുള്ളൂ. എന്തിനാണ് ഈ അപ്പർ പോർഷൻ മാത്രം ഹീറ്റ് ചെയ്യുന്നത്, ലോവർ പോർഷൻ കൺട്രോളാണ്. അതായത് ഹീറ്റ് ചെയ്ത ഭാഗവും ഹീറ്റ് ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ് നമ്മൾ ഇങ്ങനെ കൺട്രോൾ പോർഷൻ കൂടി വെക്കുന്നത്. എന്നിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 to 2 ഡ്രോപ്സ് അസറ്റിക് ആസിഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി നോക്കുക. എന്നിട്ട് അപ്പോൾ നമ്മൾക്ക് ഒബ്സർവേഷൻ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക, ഇങ്ങനെ ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ്. ചിലപ്പോൾ ഇത് ഈ ഫസ്റ്റ് ട്യൂബ് കാണുന്ന പോലെ തന്നെ
ചൂടാക്കിയതിന് ശേഷവും വലിയൊരു വ്യത്യാസമൊന്നുമില്ലാതെ ഇങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവാണ്. പ്രോട്ടീൻ ഇല്ല, യൂറിനിൽ പ്രോട്ടീൻ ആബ്സെൻ്റ് ആണ്. ഇനി ചെറിയ ക്ലൗഡിനെസ്, സ്ലൈറ്റ് ക്ലൗഡിനെസ് ആണെങ്കിൽ ഇത് ട്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. ഇനിയോ 1+ ആണെങ്കിൽ ഇത് മോഡറേറ്റ് ലെവലിൽ ഷുഗർ പ്രസൻ്റ് ആണ്. മോഡറേറ്റ് ക്ലൗഡിനെസ് ആണെങ്കിൽ 1+. അതുപോലെ ക്ലൗഡ് വിത്ത് സ്മോൾ ഗ്രാന്യൂൾസ് ആണെങ്കിൽ ഇത് 2+. ക്ലൗഡ് വിത്ത് ഫ്ലൊക്യൂൾസ് ആണെങ്കിൽ ഇത് പഞ്ഞി പോലെ ഇങ്ങനെ കാണാം, അതാണ് ഫ്ലൊക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൊക്യൂൾസ് ആണെങ്കിൽ 3+ കണ്ടീഷനും, അതൊരു സോളിഡ് മാസ് ആണെങ്കിൽ 4+ കണ്ടീഷനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുന്നത് എന്തിനാണ്? അസറ്റിക് ആസിഡ് അപ്പോൾ ഈ യൂറിൻ്റെ ക്ലൗഡിനെസ് പല കാരണങ്ങൾ കൊണ്ടാവും. നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രോട്ടീൻ കൊണ്ട് തന്നെ ആവണമെന്നില്ല, ഫോസ്ഫേറ്റ്സ്, കാർബണേറ്റ്, അങ്ങനെ പലതരം കണ്ടീഷൻസിനെ കൊണ്ട് ക്ലൗഡിനെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലൗഡിനെസ് പെർസിസ്റ്റ് ചെയ്യുകയാണ്. അതായത് അങ്ങനെ തന്നെ ആദ്യം നമ്മൾ ചൂടാക്കി കഴിഞ്ഞപ്പോൾ ക്ലൗഡിനെസ് വന്നു. ഈ ക്ലൗഡിനെസ് പ്രോട്ടീൻ കൊണ്ട് തന്നെ ആണ് എന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മൾ അസറ്റിക് ആസിഡ് ആഡ് ചെയ്തത്. അപ്പോൾ അസറ്റിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷവും ഈ ക്ലൗഡിനെസ് അതേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാം എന്താണ്, പ്രോട്ടീൻ കൊണ്ടാണ് ഈ ക്ലൗഡിനെസ് വന്നത്. ഇനി അതല്ല, അസറ്റിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം ഈ ക്ലൗഡിനെസ് ഡിസോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് ഫോസ്ഫേറ്റോ കാർബണേറ്റോ കൊണ്ടായിരിക്കും ആദ്യം നിങ്ങൾ ഹീറ്റ് ചെയ്തപ്പോൾ ക്ലൗഡിനെസ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കൺഫേം ചെയ്യാനാണ് നമ്മൾ അസറ്റിക് ആസിഡ് ആഡ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പ്രോട്ടീൻ്റെ ടെസ്റ്റ്, ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റ്. അപ്പം ഇതും സ്ട്രിപ്സ് അവൈലബിൾ ആണ്, യൂറിനറി സ്ട്രിപ്സ് അവൈലബിൾ ആണ്. അത് pH ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ കിടക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രിപ്പിൽ തന്നെ പല പാരാമീറ്റേഴ്സ്, ഇത് രണ്ടുമല്ല, പ്രോട്ടീൻസ് മാത്രമല്ല, ഷുഗർ മാത്രമല്ല, കീറ്റോൺ ബോഡി, അതുപോലെ ബൈൽ പിഗ്മെൻറ്റ്, ബൈൽസോൾ, ഇങ്ങനത്തെ പല പാരാമീറ്റേഴ്സും ഒരേ സ്ട്രിപ്പിലുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രിൻസിപ്പിൾ വ്യത്യാസമാണ്. ഇത് ചേഞ്ച് ഇൻ pH ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് പ്രോട്ടീൻ്റെ ടെസ്റ്റിൽ, സ്ട്രിപ്പ് മെത്തേഡിൽ നമ്മൾ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പ്രൊസീജിയർ ചെയ്യുമ്പോഴേ കൂടുതൽ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ പ്രൊസീജിയർ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, ഈ 2 സാധനങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ ഏതൊക്കെ കണ്ടീഷനിലാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ കേസിൽ നമ്മൾ കിഡ്നി ഡിസോർഡേഴ്സിലാണ് കൂടുതലായിട്ടും പ്രോട്ടീൻസ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. ഷുഗർ ആണെങ്കിൽ അത് ഡയബറ്റിസ് കണ്ടീഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഏതൊക്കെ കണ്ടീഷനിലാണ് എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ 2 ടെസ്റ്റേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.